Good morning students, welcome back to our GS class. Today we are going to study the remaining part of chapter 5, that is weather and seasons. Okay, standard 3 GS chapter 5, weather and seasons. And today's topics are humid, rainy, seasons. Seasons affect us, floods and droughts. These are today's topics. Okay, in the previous class we are already studying about weather. What is weather? Weather എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. Weather is the day-to-day conditions of a particular place. Okay, so today we are going to study humid, rainy and seasons. So let us learn them in detail. First, humid. Humid എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡ്. എന്താണ് ഈ ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഇവാപറേറ്റ്സ് ഫ്രം ponds, lakes, rivers, seas to form water vapor. അതായത് നമ്മൾ വാട്ടർ സൈക്കിളൊക്കെ പഠിച്ചപ്പോഴത്തേക്കൊക്കെ പഠിച്ചു. എന്താണ് വാട്ടർ ഈ റിവറിലും പോൺസിലും ലേക്സിലും ഒക്കെയുള്ള വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറ്റപ്പെടുന്നു അല്ലേ? ഇൻ ദ എയർ too much of water vapor, the weather is said to be humid. അതായത് ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? when there is too much of water vapor in the air, the weather is said to be humid. അതായത് നമുക്കറിയാം എയറിൽ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുമ്പോഴത്തേനാണ് നമ്മൾ ഹ്യൂമിഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹ്യൂമിഡ്? when there is too much of water vapor in the air, the weather is said to be humid. On a humid day, we feel warm and sweat a lot. Cities located near the seas are always humid. അതായത് നമുക്കറിയാം ഒരു ഹ്യൂമിഡി ഡേയിൽ നമ്മൾ പറയും ഇന്ന് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് നമ്മളെ നന്നായിട്ട് വിയർക്കും അല്ലേ? On a humid day, we feel warm and sweat a lot. Cities located near the seas are always humid. അതായത് സീ സൈഡിലുള്ള സിറ്റീസ് എല്ലാം തന്നെ ഭയങ്കര ഹ്യൂമിഡായിരിക്കും. എന്തുകൊണ്ടാണ്? ഈ സീയിലുള്ള വാട്ടർ എപ്പോഴും ഇവാപറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറ്റപ്പെടുക. അന്നേരം എന്തായാലും അതിനടുത്തുള്ള സിറ്റീസിലെല്ലാം ചൂട് അനുഭവപ്പെടും അല്ലേ? സോ വാട്ട് ഈസ് ഹ്യൂമിഡ്? when there is too much of water vapor in the air, the weather is said to be humid. Next is rainy season. നമുക്കറിയാം സ്കൂൾ തുറന്ന് നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കിന് എന്താണ് റെയിനി സീസൺ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? എങ്ങനെയാണ് റെയിൻ്റെ സൗണ്ട്? എന്താ റെയിൻ ഡ്രോപ്സിൻ്റെ സൗണ്ട്? എന്താണ്? പിറ്റർ പാറ്റർ അല്ലേ? നമ്മളെങ്ങനെയാണ് സ്കൂളിലോട്ട് വരുന്നത്? വിയർ എ റെയിൻ കോട്ട് ഓർ ക്യാരി ആൻ അംബ്രല്ല whenever you go out in the rain അല്ലേ? ഒരു റെയിനി സീസണിൽ നമ്മൾ വെളിയിലേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ റെയിൻ കോട്ട് ഇടണം, നമ്മൾ അല്ലെങ്കിൽ അംബ്രല്ല നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ട് വേണം പോകാനായിട്ട് അല്ലേ? വെരി ഹെവി റെയിൻസ് ക്യാൻ കോസ് ഫ്ലഡ്സ്. അതിശക്തമായ മഴ എന്തിന് കാരണമാകുന്നു? ഫ്ലഡ്സിന് കാരണമാകുന്നു. ഫ്ലഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം അല്ലേ? നമുക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവധിയൊക്കെ കിട്ടും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഫ്ലഡ് അല്ലേ? വെരി ഹെവി റെയിൻസ് ക്യാൻ കോസ് ഫ്ലഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സീസൺസ്. നമ്മൾ വെതറിനെ കുറിച്ച് പറഞ്ഞു. വാട്ട് ഈസ് വെതർ? വെതർ ഈസ് ദ ഡേ ടു ഡേ കണ്ടീഷൻസ് ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ്. നെക്സ്റ്റ് ഈസ് സീസൺസ്. സീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? when weather conditions are the same for a long period, we call them seasons. അതായത് ഒരു സ്ഥലത്ത് ഈ വെതർ കണ്ടീഷൻസ് കുറേ കാലത്തേക്ക് ഒരുപോലെയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? സീസൺസ് എന്ന് പറയാം.
When the weather conditions are the same for long period, we call them seasons. Okay, നമ്മൾ സ്റ്റാൻഡേർഡ് 2-ൽ പഠിച്ചാണ്. There are 3 main seasons in India. What are the 3 main seasons in India? ഇന്ത്യയിലെ 3 മെയിൻ സീസൺസ് ഏതൊക്കെയാണ്? സമ്മർ സീസൺ, മൺസൂൺ സീസൺ ആൻഡ് വിന്റർ സീസൺ. Okay. So, what are the 3 main seasons in India? Summer season, monsoon season and winter season. These are the 3 main seasons in India. ഇത് കൂടാതെ നമ്മൾ 2 സീസൺസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് 2-ൽ നമ്മൾ പഠിച്ചതാണ് ഓട്ടം ആൻഡ് സ്പ്രിംഗ്, അല്ലേ? സോ seasons. When the weather conditions are the same for long period, we call them seasons. Okay. In India, we have 3 seasons, but some countries have 2 more seasons, spring and autumn. Spring comes in between winter and summer. It is very pleasant season when fresh flowers bloom. Okay, autumn comes in between rainy season and winter season when the leaves fall from trees. Okay, അങ്ങനെയാണ് നമ്മൾ ഓട്ടോ സ്പ്രിംഗ് സീസണെ കുറിച്ച് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ത്യയിലെ മെയിൻ സീസൺസ് ആയിട്ടുള്ള സമ്മർ സീസൺ, മൺസൂൺ സീസൺ ആൻഡ് വിന്റർ സീസണിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ സമ്മർ സീസണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സമ്മർ സീസൺ, ഇറ്റ് ഈസ് യൂഷ്വലി വെരി വാം ആൻഡ് സണ്ണി ഡ്യൂറിങ് സമ്മർ. സമ്മർ സീസണിൽ എങ്ങനെയാണ്? ഭയങ്കര ചൂടാണ്, അല്ലേ? ഇറ്റ് ഈസ് വെരി വാം. ദ ഡേയ്സ് ആർ ലോങ്ങർ ആൻഡ് ദ നൈറ്റ്സ് ആർ ഷോർട്ടർ. പകൽ സമയം കൂടുതലും രാത്രി സമയം കുറവുമാണ്. എപ്പോൾ? സമ്മർ സീസണിൽ ഡേയ്സ് ലോങ്ങർ ആയിരിക്കും, നൈറ്റ്സ് ഷോർട്ടർ ആയിരിക്കും. ദ സൺ റൈസസ് ഏർലി ആൻഡ് സെറ്റ്സ് ലേറ്റ്. അതെന്തുകൊണ്ടാണ്? സൂര്യൻ നേരത്തെ ഉദിക്കുകയും അതുപോലെ തന്നെ താമസിച്ച് അസ്തമിക്കുകയും ചെയ്യുന്നു. സോ ദ ഡേയ്സ് ആർ ലോങ്ങർ ആൻഡ് ദ നൈറ്റ്സ് ആർ ഷോർട്ടർ. ഓക്കെ, വി വിയർ ലൈറ്റ് കളേർഡ് കോട്ടൺ ക്ലോത്ത്സ് ദാറ്റ് കീപ് അസ് കൂൾ. അതായത് സമ്മർ സീസണിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണം? വി വിയർ കോട്ടൺ ക്ലോത്ത്സ്. കോട്ടൺ ക്ലോത്ത്സ് കീപ് അസ് കൂൾ. ഓക്കെ, വി ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ ആൻഡ് ജ്യൂസസ്. അതായത് സമ്മർ സീസണിലാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് സമ്മർ സീസൺ. നെക്സ്റ്റ് ഈസ് മൺസൂൺ സീസൺ. മൺസൂൺ സീസൺ, the rainy season is also called monsoon season. അതായത് റെയിനി സീസണിന് പറയുന്ന പേരാണ് മൺസൂൺ സീസൺ എന്ന്. ഓക്കെ, സോ ദ റെയിനി സീസൺ ഈസ് ഓൾസോ കോൾഡ് മൺസൂൺ സീസൺ. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഡ്യൂറിങ് ദിസ് സീസൺ. ദ ഡേയ്സ് ആർ വെരി ക്ലൗഡി. അതായത് നമുക്കറിയാം ഡേയ്സ് എങ്ങനെയായിരിക്കും? നല്ല ക്ലൗഡി ആയിരിക്കും, അല്ലേ? It also become very humid and we sweat a lot. Most of the time we cannot see the sun when it rains. അതായത് നമുക്കറിയാം മൺസൂൺ സീസണിൽ നമുക്ക് സൂര്യനെ കാണാനായിട്ട് അധികം കഴിയത്തില്ല, അല്ലേ? എന്തുകൊണ്ടാണ്? when it rains we cannot see the sun. Okay, name the monsoon months. മൺസൂൺ മന്ത്സ് ഏതൊക്കെയാണ്? മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയാണ് നമുക്ക് ഇന്ത്യയിൽ മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മർ സീസൺ എപ്പോഴായിരിക്കും? മാർച്ച്, ഏപ്രിൽ, മെയ്, അല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ്യിലായിരിക്കും ഇന്ത്യയിൽ സമ്മർ സീസൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വിൻ്റർ സീസൺ. വിൻ്റർ, ഇറ്റ് ഈസ് വെരി കോൾഡ് ഡ്യൂറിങ് വിൻ്റർ. നമുക്കിപ്പോൾ ഏത് സീസണാണ്? വിൻ്റർ സീസണാണ്, അല്ലേ? ദ സൺ അപ്പിയേഴ്സ് ടു റൈസ് ലേറ്റ് ആൻഡ് സെറ്റ് ഏർലി. അതായത് സൂര്യൻ താമസിച്ച് ഉദിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അസ്തമിക്കുകയും ചെയ്യുന്നു. ദ സൺ അപ്പിയേഴ്സ് ടു റൈസ് ലേറ്റ്.
താമസിച്ചുദിക്കുന്നു, അതുപോലെ തന്നെ സൂര്യൻ നേരത്തെ അസ്തമിക്കുകയും ചെയ്യുന്നു. ദ ഡേയ്സ് ആർ ഷോർട്ടർ ആൻഡ് നൈറ്റ്സ് ആർ ലോങ്ങർ. അതുകൊണ്ട് തന്നെ ഡേയ്സ് ഷോർട്ടർ ആയിരിക്കും, നൈറ്റ്സ് ലോങ്ങർ ആയിരിക്കും. ഓക്കെ, വി കീപ് അവർസെൽസ് വാം ബൈ വിയറിങ് വൂളൻ ക്ലോത്ത്സ്. നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഇടുന്ന സമയമാണ് വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ വിൻ്റർ സീസൺ the sun appears to rise late and set early. The days are shorter and nights are longer. It is very cold during winter. We keep ourselves warm by wearing woolen clothes. Okay. Which are the winter months in your area? Winter months ഏതൊക്കെയാണ്? നമുക്ക് പറയാം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, ദീസ് ആർ ദ വിൻ്റർ മന്ത്സ്. നെക്സ്റ്റ് ഈസ് സീസൺസ് അഫക്റ്റ് us. When it is cold, we wear our favorite warm coats or jackets. അതായത് വിൻ്റർ സീസണിൽ നമ്മൾ എന്താണ് വാം കോട്ട്സും ജാക്കറ്റ്സും അതുപോലെ വൂളൻ ഡ്രസ്സസൊക്കെ ഇടുന്ന സമയമാണ് ഈ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വെൻ ഇറ്റ് ഈസ് റെയിനിങ് വി വിയർ റെയിൻ കോട്ട്സ്. വി ഈറ്റ് ആൻഡ് ഡ്രസ് അക്കോർഡിംഗ് ടു സീസൺസ്. റെയിനി സീസണിലാണ് നമ്മൾ റെയിൻ കോട്ടൊക്കെ ഇടും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ഡ്രസ്സും എല്ലാം നമ്മുടെ സീസൺസിനെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. വി യൂഷ്വലി വിയർ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ ആൻഡ് വാം വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. നമ്മൾ സമ്മർ സീസണിൽ അതിശക്തമായ ചൂടായതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് ഇടും. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ നമ്മൾ വാം വൂളൻ clothes ഇടും. ഓക്കെ, മാംഗോസ് ആൻഡ് മെലൺസ് ദാറ്റ് വി ഈറ്റ് ഇൻ സമ്മർ ആർ റീപ്ലേസ്ഡ് വിത്ത് ഗുവാസ് ആൻഡ് ഓറഞ്ച് ഇൻ വിൻ്റർ. അതായത് സമ്മർ സീസണിൽ നമ്മൾ മാംഗോസും മെലൺസും ഒക്കെ ആയിരിക്കും ധാരാളം കഴിക്കുന്നത്. പക്ഷേ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം ഗുവാസും ഓറഞ്ചും ഒക്കെ വിൻ്റർ സീസണിലായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. ഓക്കെ, ഹിൽ സ്റ്റേഷൻസ് സച്ച് ആസ് Simla, Manali, Munnar and Ooty are cold even during summer. അതായത് ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷൻസ് ആണ് ഷിംല, മണാലി, മൂന്നാർ, ഊട്ടി. ഇതെല്ലാം നമുക്ക് സമ്മർ സീസൺ ആണെങ്കിൽ ഇവിടെയെല്ലാം എപ്പോഴും തണുപ്പായിരിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി സ്നോസ് ഇൻ ഷിംല ആൻഡ് മണാലി. അതായത് ഷിംലയിലും മണാലിയിലും എപ്പോഴും ധാരാളം മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളാണ്. That is why people from the plains go to these hill stations to escape the heat. അതുകൊണ്ടാണ് ആൾക്കാർ ഷിംല, മണാലിക്കൊക്കെ ഈ സമ്മർ സീസണിലൊക്കെ ടൂർ പോകുന്നത്. ഓക്കെ, ബേർഡ്സ് ദാറ്റ് ലീവ് ഇൻ കോൾഡർ പ്ലേസസ് ഫ്ലൈ ലോങ് ഡിസ്റ്റൻസ് ടു സ്പെൻഡ് ദ വിൻ്റർ ഇൻ വാമർ പ്ലേസസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്സ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? When it rains heavily, rivers, lakes and ponds overflow, causing floods. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിശക്തമായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കിന് റിവേഴ്സും ലേക്സും എല്ലാം കര കവിഞ്ഞ് ഒഴുകുന്നു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് വാട്ടർ നമ്മുടെ വില്ലേജസിലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റീസ്, ടൗൺസിൽ ഇതെല്ലാം വാട്ടർ കൊണ്ട് മൂടപ്പെടുന്നു. വെള്ളത്താൽ മൂടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഓക്കെ, സോ വെൻ ഇറ്റ് റെയിൻസ് ഹെവിലി, റിവേഴ്സ്, ലേക്സ് ആൻഡ് പോണ്ട്സ് ഓവർഫ്ലോ, കോസിങ് ഫ്ലഡ്സ്. ഓക്കെ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് ഫ്ലഡ്. ഓക്കെ, animals, houses and human beings are affected and crops are destroyed. ഓക്കെ, ക്രോപ്സ് ഒക്കെ നശിച്ചു പോകും. അതുപോലെ ആനിമൽസ്, അതുപോലെ ഹൗസ്, ഹ്യൂമൻ ബീങ്സിനെ ഇതിനെ എല്ലാം അഫക്റ്റ് ചെയ്യും ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡ്രോട്ട്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സം പ്ലേസസ് ഡു നോട്ട് റിസീവ് റെയിൻഫോൾ ഫോർ ലോങ് പീരിയഡ് ഓഫ് ടൈം. ദിസ് ഈസ് കോൾഡ് ഡ്രോട്ട്.
അതായത് ചില പ്രദേശങ്ങളിൽ കുറച്ച് നാളത്തേക്ക് മഴയേ പെയ്യത്തില്ല. അതിനാണ് നമ്മൾ ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ച എന്ന് പറയുന്നത്. സം പ്ലേസസ് ഡു നോട്ട് റിസീവ് റെയിൻഫോൾ ഫോർ ലോങ് പീരിയഡ് ഓഫ് ടൈം. ദിസ് ഈസ് കോൾഡ് ഡ്രോട്ട്. ക്രോപ്സ് ഡു നോട്ട് ഗ്രോ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വാട്ടർ കിട്ടാതെ വരുമ്പോഴത്തേന് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദർ ഈസ് നോട്ട് ഇനഫ് ഫുഡ് ഫോർ എവരി വൺ. അതുകൊണ്ട് തന്നെ ആർക്കും ആവശ്യത്തിനുള്ള ഫുഡ് തന്നെ കിട്ടാതെ വരും. ദിസ് ലീഡ്സ് ടു ഹങ്കർ ആൻഡ് ഡെത്ത് ഓഫ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ വിശപ്പ് മൂലം ആൾക്കാർക്ക് മരണവും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഡ്രോട്ട് മുഖേനയാണ്. ഡ്രോട്ട് ലീഡ്സ് ടു ഹങ്കർ ആൻഡ് ദ ഡെത്ത് ഓഫ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ. So our 5th chapter is over. This much for today. To study well. We will meet in the next class. Bye.